ഞാൻ വിദ്യാമ്മയൊന്ന് കാണാൻ വന്നതാ. ദാ, സന്ധ്യാപൂജയ്ക്കുള്ള ഹാരം ഇത്. ഇത് തരാൻ വേണ്ടിയാണോ ദേവുട്ടിയുടെ അച്ഛൻ വന്നത്? അല്ല വിദ്യാമ്മേ, ആകെ ധർമ്മസങ്കടത്തിലാ ഞാൻ. ഗഗൻ ആ വീട് വിട്ട് കിട്ടണമെന്ന് വാശി പിടിച്ചു നിൽക്ക. വീടൊഴിയാൻ അയാൾ പറഞ്ഞ സമയപരിധിയും കഴിയാറായി. ഇത്തവണ ഉറപ്പായും അവൻ ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടും. ഞാനും എൻ്റെ കുടുംബവും എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ ഗതികെട്ടൊരു അച്ഛനും ഭർത്താവുമായി എന്തിന് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയാ മനസ്സിലിപ്പോ. അരുത്, ദേവുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ ഭയപ്പെടരുത്, തളരുകയും അരുത്. എന്തു വന്നാലും ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത പോലും അരുത്. ദൈവം തന്നൊരു ജന്മമാണ്. അത് ഭൂമിയിൽ ജീവിച്ചു തീർക്കേണ്ടത് ഓരോ ജീവന്റെയും കടമയും ഉത്തരവാദിത്വമാണ്. പരീക്ഷണങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഒരുപാടുണ്ടാവും. പക്ഷേ അതിന്റെ പേരിൽ സ്വയം ജീവൻ ഹനിക്കുന്നത് നന്നല്ല. ആവേശത്തിന് തിടുക്കപ്പെട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്ന ദേവുട്ടിയുടെ അച്ഛൻ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു രക്ഷപ്പെടൽ കൊണ്ട് ഭാര്യയുടെയും മക്കളുടെയും ജീവിതം സുരക്ഷിതമാവുന്നു തോന്നുന്നുണ്ടോ? ദേവുട്ടിയുടെ ഭാവി ജീവിതത്തിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരാളാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. പ്രശ്നങ്ങളെ പേടിച്ചോടിയാൽ ഈ ഭൂമിയിൽ ഒളിക്കാൻ വേറെ കാടുകളില്ല. ഇല്ല വിദ്യാമ്മേ, ഞാൻ ഇനി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഒരിക്കൽ അതിന് ശ്രമിച്ച് പരാജയപ്പെട്ടവനാ ഞാൻ. ഇനി എന്തു വന്നാലും എങ്ങനെയൊക്കെ ആയാലും ഈ ജീവിതം ജീവിച്ചു തീർക്കണം. പെട്ടെന്നുള്ള സങ്കടത്തിന് പറഞ്ഞുപോയതാ. ഇപ്പൊ മുന്നിലുള്ള പ്രശ്നം ഗഗൻ വീടൊഴിയാൻ പറഞ്ഞ ഭാര്യയും പിള്ളേരെയും കൂട്ടി എവിടെ പോയി താമസിക്കും എന്നുള്ളതാ. പറ്റിയൊരു വീട് അന്വേഷിച്ച് കുറെ നടന്നു. പക്ഷെ എല്ലാരും വലിയ ഡിപ്പോസിറ്റും വാടകയൊക്കെയാ ചോദിക്കുന്നത്. എന്നെക്കൊണ്ട് ഈ അവസ്ഥയിൽ അതൊന്നും ആവില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി വിദ്യാമ്മ ഒരു ഉപകാരം ചെയ്യണം. എന്താന്ന് വെച്ചാ മടിക്കാതെ പറഞ്ഞോളൂ. അഥവാ ഗഗൻ വന്ന് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടാല് എന്റെ ഭാര്യയ്ക്കും മോൾക്കും കുറച്ചു ദിവസത്തേക്ക് ഈ സത്രത്തിൽ കഴിയാൻ ഒരിടം കൊടുക്കണം. ഞാനും മോനും പൂക്കടയിൽ എവിടെയെങ്കിലും അന്തി ഉറങ്ങിക്കോളാം. അതുപോലെയല്ലല്ലോ പ്രായപൂർത്തിയായ മോളും എന്റെ ഭാര്യയും. അത്രേ ഉള്ളോ? ദേവുട്ടിയുടെ അച്ഛൻ വിഷമിക്കണ്ട. ഇന്ദുമതി അമ്മയ്ക്ക് ഇവിടെ താമസിക്കാൻ സമ്മതമാണെങ്കിൽ അവരെയും അഖിലയും കൂട്ടി ഇങ്ങോട്ട് വന്നോളൂ. എനിക്ക് സമ്മതമാണ്. വലിയ ഉപകാരം വിദ്യാമ്മേ. ആവശ്യം വേണ്ടി വന്ന അവരുടെ കൈയും പിടിച്ച് എനിക്ക് മടിക്കാതെ ഇങ്ങോട്ട് വരാമല്ലോ. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി വിദ്യാമ്മേ. പഠിപ്പിച്ച് വലിയ ടെൻഷനിലാണല്ലോ. കഴിഞ്ഞ എക്സാം രണ്ടും എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ എക്സാം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആദ്യത്തേത് അല്പം ടഫായിരുന്നു. ഇനി നാളത്തെ എന്താവുമെന്ന് ദൈവത്തിനറിയാം. പഠിച്ചതൊന്നും തലയിൽ കേറുന്നുമില്ല. എന്നാ പിന്നെ സമയം മെനക്കെടുത്തിരിക്കുന്നല്ലേ നല്ലത്. നീ ഒന്ന് പോയേ. മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാ അവന്റെ ഒരു ചീഞ്ഞ കോമഡി. എടി മോളെ, അമ്മയ്ക്ക് ഒടുക്കത്തെ കൈവേദന. എന്നെ ഒന്ന് സഹായിക്കടി. ഇത്തിരി തേങ്ങയൊന്ന് ചുരുണ്ടി തന്നെ. അയ്യോ അമ്മ, എനിക്കൊന്നും പറ്റില്ല. തലയ്ക്ക് മീത് പഠിക്കാനുള്ളത് കിടക്കുവാ. ഇനി എക്സാം കഴിയുന്നത് വരെ അടുക്കള പണിക്കൊന്നും എന്നെ വിളിക്കരുത്, പറഞ്ഞേക്കാം. ഒരുത്തിക്ക് പഠിത്തം. ഒരാള് പോലും എന്നെ സഹായിക്കാനില്ല. എല്ലാ കന്നിന്റെ കൂട്ട് ഞാൻ തന്നെ ചെയ്യണം. എന്റെ ഒരു തലവിധി.